ഹോട്ടൽ രുചിയിൽ ഒരു കൂന്തൽ തോരൻ തയ്യാറാക്കിയാലോ? നിറക്കൂട്ട് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലെ ഫുഡിനേക്കാൾ ഹോട്ടൽ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രദേശത്ത് കണവ എന്നാണോ കൂന്തൽ എന്നാണോ ഇതിന് പറയുന്നത്, അതോ മറ്റു വല്ല പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒരടപ്പ് കൂടി ഉപയോഗിച്ച് മൂടിയ ശേഷം കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണവയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരണം. ഈ വെള്ളം നന്നായി വറ്റി വരുമ്പോഴേക്കും കണവ വെന്തിട്ടുണ്ടാകും. മാത്രമല്ല കണവ നന്നായിട്ട് വെന്ത് ചുരുങ്ങി വരും. വെള്ളം നന്നായി വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. കണവ വേവുന്ന സമയത്തേക്ക് മറ്റൊരടുപ്പിലേക്ക് നമുക്ക് ഉള്ളി നന്നായിട്ട് വരട്ടിയെടുക്കാം. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കുറച്ച് കടുക് എന്നിവ ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി ചേർക്കാം. സവാളയല്ല ചേർക്കുന്നത്, കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്നത്. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കൊച്ചുള്ളിയെ 2-3 പീസാക്കി അരിഞ്ഞ് എടുത്തതാണിത്. ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കൊച്ചുള്ളിക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണവിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി കരിഞ്ഞു പോവാതിരിക്കാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അടപ്പ് പാത്രം ഉപയോഗിച്ച് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയും വേണം. ഉള്ളി ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലിടാനായിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂടി തയ്യാറാക്കാം. ഒരു ചെറിയ ബൗളിൽ 1/2 ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ജീരകം, 2 പച്ചമുളക് എന്നിവ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. വരണ്ട് വന്ന കൊച്ചുള്ളിയിലേക്ക് ഈ ഒരു അരപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിനി കണവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണവ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു കണവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി കണവയും തോരൻ്റെ അരപ്പും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഒരുമിച്ച് മിക്സായിട്ട് വരണം. അതിൽ എല്ലാത്തിനെയും ടേസ്റ്റ് ഒന്ന് ബാലൻസിങ് ആവണം. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചുകൂടി വേവിച്ചെടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൽ ചേർക്കുന്നുണ്ട്. എണ്ണ അധികമായി ഉപയോഗിക്കാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ നടുവിലായിട്ടൊരു കുഴി ഉണ്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ കൂടി വീത്തി. അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് ചൂടാവും. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കണവ തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി കണവ അല്ലെങ്കിൽ കൂന്തൽ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഹോട്ടലിലെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. കൂന്തലിൽ കൊച്ചുള്ളി ചേർക്കുന്നത് കൊണ്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. മാത്രമല്ല ഈ ഒരു മെത്തേഡിൽ വേണം തയ്യാറാക്കാനായിട്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മളതിൽ ചേർത്തിട്ടില്ല. എല്ലാ അരപ്പുകളും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ രുചിക്കൂട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.